അങ്ങനെ SFI ഇടതുപക്ഷത്തിനാകെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് എങ്കിൽ SFIയോടൊപ്പം മത്സരിക്കേണ്ടതില്ല കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എന്നൊരു തീരുമാനം ASF ഉൾപ്പെടെ എടുക്കാൻ വേണ്ടി തയ്യാറാവും. അങ്ങനെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ടെങ്കിൽ ആ ബാധ്യതയായിട്ടുള്ള SFIയോടൊപ്പം ചേർന്ന് കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകും. അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ രാഷ്ട്രീയ പക്വത കാണിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം SFI ഈ കാലഘട്ടത്തിലെ SFIക്ക് ചരിത്രം അറിയില്ല, SFI ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിൽ ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടു കൂടിയും ഒരുപാട് സമയമെടുത്തും പഠിപ്പിക്കുന്ന ഒരു ചരിത്രഭാഗം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൻ്റെതാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രം, ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്തതിൻ്റെ ഭാഗമായി തടവറയിൽ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകരുടെ ചരിത്രമൊക്കെ ഞങ്ങളുടെ സഖാക്കൾക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചരിത്രം പഠിക്കുന്നതിനും ചരിത്രം പഠിപ്പിക്കുന്നതിനും ഒന്നും പുറകിലോട്ടല്ല. ഇത്തരം ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളെയൊക്കെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും. ഏതൊരാൾക്കും ഞങ്ങൾ വിമർശനത്തിന് അതീതരൊന്നുമല്ല. ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തല വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് വിമർശനത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഭാഗം പറഞ്ഞു. ഇനിയിപ്പോ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്, സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം ASFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളെല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഇടതുപക്ഷ ഐക്യം ഉണ്ടാകേണ്ടുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ഒരു സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ SFI ഇടതുപക്ഷത്തിനാകെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് എങ്കിൽ SFIയോടൊപ്പം മത്സരിക്കേണ്ടതില്ല കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എന്നൊരു തീരുമാനം ASF ഉൾപ്പെടെ എടുക്കാൻ വേണ്ടി തയ്യാറാവും. അങ്ങനെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ടെങ്കിൽ ആ ബാധ്യതയായിട്ടുള്ള SFIയോടൊപ്പം ചേർന്ന് കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകും. അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ രാഷ്ട്രീയ പക്വത കാണിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. വലതുപക്ഷം ഈ നിലയിൽ ആക്രമിക്കുമ്പോൾ ഇപ്പൊ SFIക്ക് നേരെയുള്ള ആക്രമണം അത് SFIയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. അത് കേരളത്തിനകത്തുള്ള ഇടതുപക്ഷ മൂവ്മെന്റിനെ ആകെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും SFIയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായ ഒരു പ്രൊജക്ടിന് യാതൊരു നിലക്കും ചിന്തിക്കാതെ പോയി തലവെച്ച് കൊടുക്കുന്ന നിലയിലേക്ക് ഈ പറഞ്ഞ ASFന്റെ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് പോവുകയാണ് എങ്കിൽ അത് ആത്മപരിശോധന നടത്തേണ്ടത് അവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ.